വെൽക്കം ബാക്ക് ടു എൻചാൻഡ് റാണി. എൻചാൻഡ് സ്കൂൾ മാപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് അല്ലെ? നമ്മൾ ബിഹൈൻഡ് മൂവ്മെന്റ്സ് എന്ന് പറയുന്ന പാഠഭാഗത്തില് കുറച്ച് പോയിന്റ്സ് ഒക്കെയാണ് നോക്കേണ്ടത് അല്ലെ മക്കളെ? എനിക്ക് ആ പോയിന്റ്സ് ഒക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ ആ പാഠത്തിൽ തന്നെ ബാക്കി പോർഷൻ ആണ് നോക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങളുടെ എക്സാംസ് ഒക്കെ വരികയാണ്. നിങ്ങൾ വേഗം പാഠഭാഗങ്ങളൊക്കെ പഠിച്ചു പോവുക. നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് ഇത് ക്ലാസ് ആരംഭിക്കാം. ആദ്യമായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്ത് പോകും അല്ലെ? ഒന്ന് റിവൈസ് ചെയ്ത് ഏതൊക്കെയാണത്? നമ്മൾ പഠിച്ചു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മൂവ്മെന്റ്സിനെ കുറിച്ച് പഠിച്ചായിരുന്നു അല്ലെ? പിന്നെ അതുപോലെ നമ്മൾ എന്ത് പഠിച്ചു? ആ മസിലും ബോൺസും കൂടെ ചേരുന്ന ടെൻഷൻ എന്ന് പഠിച്ചു അല്ലെ? പിന്നെ അതുപോലെ തന്നെ മസിൽ ഫറ്റീഗിനെ കുറിച്ച് പഠിച്ചു, അല്ലെങ്കിൽ പേശി ക്രമത്തിനെ കുറിച്ചും ഒക്കെ മനസ്സിലാക്കി. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അടുത്ത പോർഷൻ നോക്കാൻ പോകുന്നത്. അപ്പൊ ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെ വോളണ്ടറി മസിൽസ് അല്ലെങ്കിൽ ഐച്ഛിക പേശികൾ, അതുപോലെ അനൈച്ഛിക പേശികൾ അല്ലെ? വോളണ്ടറി മസിൽസ്, ഇൻവോളണ്ടറി മസിൽസിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കി, വ്യത്യസ്തമായ മസിൽസുകളെ കുറിച്ചൊക്കെ മനസ്സിലാക്കി. ഇന്ന് നമ്മൾ അടുത്ത ഭാഗത്തിലേക്ക് പോകാൻ പോവുകയാണ്. അടുത്ത നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഹ്യൂമൻ സ്കെലിറ്റനെ കുറിച്ചാണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇത്രയും നേരം പഠിച്ചതെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ അടുത്തതിലോട്ട് പോവുകയാണ് മക്കളെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹ്യൂമൻ സ്കെലിറ്റനെ കുറിച്ചാണ്. എന്താണ്? മനുഷ്യന്റെ അസ്ഥികൂടത്തെ കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ ഹ്യൂമൻ സ്കെലിറ്റനിൽ നമ്മുടെ ഹ്യൂമൻ സ്കെലിറ്റനെ പ്രധാനമായി രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് ആക്സിയൽ സ്കെലിറ്റനും മറ്റൊന്ന് അപ്പൻഡിക്കുലർ സ്കെലിറ്റൻ. ഹ്യൂമൻ സ്കെലിറ്റൻ ഈസ് ഡിവൈഡഡ് ഇൻടു ആക്സിയൽ സ്കെലിറ്റൻ ആൻഡ് അപ്പൻഡിക്കുലർ സ്കെലിറ്റൻ. അപ്പൊ നോക്കൂ മക്കളെ, മനുഷ്യന്റെ അസ്ഥികൂടം പ്രധാനമായും നമുക്ക് മനുഷ്യന്റെ അസ്ഥികൂടത്തെ രണ്ടായിട്ട് പറയാം. ഏതൊക്കെയാണ്? മനുഷ്യാസ്ഥികൂടത്തിൽ വരുന്നതാണ് ആക്സിയൽ സ്കെലിറ്റനും അപ്പൻഡിക്കുലർ സ്കെലിറ്റനും. ഹ്യൂമൻ സ്കെലിറ്റൻ ഈസ് ഡിവൈഡഡ് ഇൻടു ആക്സിയൽ സ്കെലിറ്റൻ ആൻഡ് അപ്പൻഡിക്കുലർ സ്കെലിറ്റൻ. ഇനി ആക്സിയൽ സ്കെലിറ്റൻ മീൻസ് those bones which are seen in the central axis of body. Axial skeleton എന്ന് പറയുന്നത് എന്താണ്? ബോഡിയുടെ സെൻട്രൽ ആക്സിസിൽ കാണപ്പെടുന്ന ബോൺസിനെയാണ് ആക്സിയൽ സ്കെലിറ്റൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ സെൻട്രൽ ആക്സിസ് ബോഡിയുടെ സെൻട്രൽ ആക്സിസിൽ കാണുന്ന ബോൺസ് ആണ് ഏത്? ആക്സിയൽ സ്കെലിറ്റൻ ഉൾപ്പെടുന്നത്. ഇനി അപ്പൻഡിക്കുലർ സ്കെലിറ്റൻ എന്ന് പറഞ്ഞാൽ ബോൺസ് which are connected to central axis. സെൻട്രൽ ആക്സിസിലേക്ക് കണക്ട് ചെയ്യപ്പെട്ട ബോൺസിനെയാണ് എന്ത് പറയുന്നത്? അപ്പൻഡിക്കുലർ സ്കെലിറ്റൻ എന്ന് മനസ്സിലാക്കുക. അപ്പൊ എന്താണ് ആക്സിയൽ സ്കെലിറ്റൻ എന്ന് പറയുന്നത്? ബോൺസ് which are seen in the central axis of the body. അപ്പൻഡിക്കുലർ സ്കെലിറ്റൻ എന്ന് പറയുന്ന ബോൺസ് which are seen attached or connected to the central axis. സെൻട്രൽ ആക്സിസിലേക്ക് കണക്ട് ചെയ്യപ്പെട്ട ബോൺസ് ഉൾക്കൊള്ളുന്നതാണ് അപ്പൻഡിക്കുലർ സ്കെലിറ്റൻ. ഇനി സെൻട്രൽ ആക്സിസിലെ സെൻട്രൽ ആക്സിസ് കാണുന്ന ബോൺസിൽ ഉൾപ്പെടുന്നതാണ് ആക്സിയൽ സ്കെലിറ്റൻ എന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ എന്താണ് ആക്സിയൽ സ്കെലിറ്റൻ എന്ന് പറഞ്ഞാൽ? അക്ഷാസ്ഥികൂടം. എന്താണ്? അക്ഷാസ്ഥികൂടം. അതായത് ശരീരത്തിന്റെ കേന്ദ്ര അക്ഷത്തിൽ കാണപ്പെടുന്ന അസ്ഥികളെല്ലാം ഉൾപ്പെടുന്നതാണ് അതായത് അക്ഷാസ്ഥികൂടം എന്ന് മനസ്സിലാക്കുക. അപ്പൊ ആക്സിയൽ സ്കെലിറ്റൻ അക്ഷാസ്ഥികൂടം എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ കേന്ദ്ര അക്ഷത്തിൽ ഉൾക്കൊള്ളുന്ന കാണപ്പെടുന്ന അസ്ഥികളാണ് അക്ഷാസ്ഥികൂടത്തിൽ ഉൾപ്പെടുന്നത്. ശരീരത്തിന്റെ കേന്ദ്ര അക്ഷത്തിൽ കാണപ്പെടുന്ന അസ്ഥികൾ. ഇനി അപ്പൻഡിക്കുലർ സ്കെലിറ്റൻ എന്ത് പറയുന്നു? അനുബന്ധ അസ്ഥികൂടം. എന്താണ്? അനുബന്ധ അസ്ഥികൂടം. അതായത് ഈ പറയുന്ന അക്ഷാസ്ഥികൂടത്തിന് അനുബന്ധമായി കാണപ്പെടുന്ന ബോൺസ് അല്ലെ? അതായത് ബോൺസ് which are connected to central axis. സെൻട്രൽ ആക്സിസിലേക്ക് കണക്ട് ചെയ്യപ്പെട്ട ബോൺസിനെയാണ്, അതായത് കേന്ദ്ര അക്ഷത്തിലേക്ക് ഘടിപ്പിച്ചിരിക്കുന്ന അസ്ഥികളെയാണ് എവിടെ കാണപ്പെടുന്നത്? അനുബന്ധ അസ്ഥികൂടത്തിൽ കാണപ്പെടുന്നത്. അപ്പൊ അനുബന്ധ അസ്ഥികൂടം എന്ന് പറഞ്ഞാൽ കേന്ദ്ര അക്ഷത്തിലേക്ക് ഘടിപ്പിച്ചിരിക്കുന്ന അസ്ഥികളെയാണ് ഉൾക്കൊള്ളുന്നത്. അനുബന്ധ അസ്ഥികൂടം കേന്ദ്ര അക്ഷത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന അസ്ഥികളെ ഉൾക്കൊള്ളുന്നു. ഇനി അസ്ഥികൾ ശരീരത്തിന്റെ കേന്ദ്ര അക്ഷത്തിലാണ് കാണപ്പെടുന്ന അസ്ഥികളെയാണ് ആക്സിയൽ സ്കെലിറ്റൻ അക്ഷാസ്ഥികൂടം എന്ന് പറയുന്നത്. ഇനി കേന്ദ്ര അക്ഷത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന അസ്ഥികളെ ഉൾക്കൊള്ളുന്നതാണ് അനുബന്ധ അസ്ഥികൂടം എന്ന് ഓർത്തു വയ്ക്കാം. അപ്പൊ എന്താണ് അക്ഷാസ്ഥികൂടം അല്ലെങ്കിൽ എന്താണ് അനുബന്ധ അസ്ഥികൂടം മനസ്സിലായല്ലോ? അക്ഷാസ്ഥികൂടം എന്ന് പറയുന്നത് ശരീരത്തിന്റെ കേന്ദ്ര അക്ഷത്തിൽ കാണപ്പെടുന്ന അസ്ഥികൾ ഉൾക്കൊള്ളുന്ന ഭാഗമാണ്. അനുബന്ധ അസ്ഥികൂടം എന്ന് പറഞ്ഞാൽ കേന്ദ്ര അക്ഷത്തിലേക്ക് ഘടിപ്പിച്ചിരിക്കുന്ന അസ്ഥികൾ ഉൾക്കൊള്ളുന്ന അസ്ഥികൂട ഭാഗമാണ് അനുബന്ധ അസ്ഥികൂടം എന്ന് ഓർത്തു വയ്ക്കുക. ആക്സിയൽ സ്കെലിറ്റൻ മീൻസ് those bones which are seen in the central axis of body, and appendicular skeleton means those bones which are connected to the central axis of the body. ഇനി നമ്മള് ഈ പറയുന്ന സ്കെലിറ്റൽ സിസ്റ്റത്തില്, അതായത് ഈ പറയുന്ന അക്ഷാസ്ഥികൂടവും അനുബന്ധ അസ്ഥികൂടവും എല്ലാം ചേർന്ന് ഹ്യൂമൻ സ്കെലിറ്റനിൽ എത്ര ബോൺസ് വീതം, എത്ര അസ്ഥികൾ വീതമാണ് ഉള്ളതെന്ന് നമ്മൾ നോക്കാൻ പോയത്. അപ്പൊ ഓരോ ഭാഗത്തും എത്ര അസ്ഥികൾ വീതമാണ് ഉള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇവിടെ അപ്പൻഡിക്കുലർ സ്കെലിറ്റൻ ആക്സിയൽ സ്കെലിറ്റൻ അപ്പൻഡിക്കുലർ സ്കെലിറ്റനും ചേർന്ന് ഓരോന്നും എത്ര ബോൺസ് വീതമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് സ്കള്ള് അഥവാ തലയോടിൽ കാണുന്ന ബോൺസിന്റെ എണ്ണം എത്രയാണ്? 29 ബോൺസ് ആണ് ഉള്ളത്. 29 ബോൺസ് ആണ് സ്കളിൽ കാണപ്പെടുന്നത്.
ഇനി സ്റ്റേണം അഥവാ മാറല്, സ്റ്റേണം അഥവാ മാറലിൽ കാണുന്നത് ഒരു ബോൺ ആണെന്ന് ഓർത്തു വെക്കാം. ഇനി റിബ്സ് അല്ലെങ്കിൽ വാരിയിൽ കാണപ്പെടുന്ന 24 ബോണുകളാണ്, അതായത് 12 പേറുകളാണെന്ന് ഓർത്തു വെക്കാം. ഇനി വെർട്ടിബ്രൽ കോളം അഥവാ നട്ടലിൽ എത്ര ബോണുകൾ കാണപ്പെടുന്നു? 26 ബോണുകളാണ് കാണപ്പെടുന്നത്. ഇനി പെക്ടറൽ ഗാർഡിൽ എന്ന് പറഞ്ഞാൽ തോൾ വലയം. പെക്ടറൽ ഗാർഡിൽ എന്താണ്? തോൾ വലയം. അവിടെ 4 ബോണുകളാണ് കാണപ്പെടുന്നത്. ഇനി പെൽവിക് ഗാർഡിൽ എന്ന് പറയുന്നത് ശ്രോണീയ വലയമാണ്, അവിടെ 2 ബോണുകളാണ് കാണപ്പെടുന്നതെന്ന് ഓർത്തു വെക്കുക. ഇനി ഫോർ ലിംബ് കൈകളിലാണെങ്കിൽ 30 ബോണുകളും ഹൈൻഡ് ലിംബിൽ കാലുകളാണെങ്കിലും 30 ബോണുകൾ വീതമാണുള്ളത് ഓർത്തു വെക്കുക. അപ്പൊ ഇതാണ് നമ്മൾ ആക്സിയൽ സ്കെൽറ്റനും അപ്പെൻഡിക്കുലർ സ്കെൽറ്റനും കൂടെ ചേർന്ന് എത്ര ബോൺസ് ആണുള്ളതെന്ന് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ മനുഷ്യ ശരീരത്തിൽ ആകെ മൊത്തം 206 ബോൺസ് ആണ് ഉള്ളത്. സോ there are 206 bones in human skeleton. So how many bones are there in human skeleton? 206 bones are there in human skeleton. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അതായത് ഇൻഫന്റ് സ്റ്റേജിൽ, അതായത് ശിശു ആയിരിക്കുന്ന സമയത്ത് നവജാത ശിശുക്കളിൽ about more than 300 bones, 300 പരം ബോൺസ് കാണപ്പെടുന്നു. പിന്നീട് വളരുന്നതനുസരിച്ച് ഈ ബോണുകൾ ഫ്യൂസ് ചെയ്യും, ഒന്നിച്ച് ചേർന്നിട്ടാണ് ബോൺസിന്റെ എണ്ണം എത്രയായിട്ട് മാറുന്നത്? 206 ബോൺസ് ആയിട്ട് മാറുന്നത് കൂടെ ഓർത്തു വയ്ക്കും. ഇത്രയാണ് നമ്മൾ ആക്സിയൽ സ്കെൽറ്റനും അപ്പെൻഡിക്കൽ സ്കെൽറ്റനും ബേസ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഇപ്പൊ എന്താണ് ആക്സിയൽ സ്കെൽറ്റൻ എന്ന് മനസ്സിലായി, എന്താണ് അപ്പെൻഡിക്കുലർ സ്കെൽറ്റൻ എന്ന് മനസ്സിലായി. ഇപ്പൊ ഹ്യൂമൻ സ്കെൽറ്റൻ സിസ്റ്റത്തിൽ വരുന്നതാണ് ആക്സിയൽ സ്കെൽറ്റൻ, അപ്പെൻഡിക്കുലർ സ്കെൽറ്റൻ. അല്ലെങ്കിൽ എന്താണ്? കേന്ദ്ര അക്ഷാസ്ഥികുടവും അതുപോലെ തന്നെ അനുബന്ധ അസ്ഥികുടവും കൂടെ നമ്മൾ മനസ്സിലാക്കും. കേന്ദ്ര അക്ഷാസ്ഥികുടത്തിൽ വരുന്നതാണ് എന്ത്? കേന്ദ്ര അക്ഷാസ്ഥികുടം എന്ന് പറയുന്നതാണ് കേന്ദ്ര അക്ഷത്തിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ ബോൺസ് എവിടെ അല്ലെങ്കിൽ അസ്ഥികൾ എവിടെ കേന്ദ്ര അക്ഷത്തിലാണ് കാണപ്പെടുന്ന അസ്ഥികളാണ് കേന്ദ്ര അക്ഷാസ്ഥികുടത്തിൽ കാണപ്പെടുന്നത്. ഇനി എന്താണ് നമ്മൾ അപ്പെൻഡിക്കുലർ സ്കെലിറ്റൻ എന്ന് പറയുമ്പോൾ അനുബന്ധ അസ്ഥികുടം, അതായത് കേന്ദ്ര അക്ഷാസ്ഥികുടത്തിലേക്ക് ഘടിപ്പിച്ചിരിക്കുന്ന അസ്ഥികൾ ഉൾപ്പെടുന്ന ഭാഗത്തെയാണ് എന്ത് പറയുന്നത്? അപ്പെൻഡിക്കുലർ സ്കെലിറ്റൻ അല്ലെങ്കിൽ അനുബന്ധ അസ്ഥികുടം എന്ന് മനസ്സിലാക്കാം. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് അസ്ഥികളുടെ ഘടനയാണ്. അപ്പൊ അതില് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതാണ് അസ്ഥികളുടെ ഘടനയിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് അസ്ഥികൾ മനുഷ്യ ശരീരത്തിന്റെ ഭാരത്തിന്റെ എത്രത്തോളം ഉണ്ടെന്നാണ്. അതായത് സ്ട്രക്ചർ ഓഫ് ബോൺ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്ന ബോൺ കോൺസ്റ്റിറ്റ്യൂട്ട്സ് 80% ഓഫ് ദി ഹ്യൂമൻ ബോഡി വെയിറ്റ്. ഹ്യൂമൻ ബോഡീസ് വെയിറ്റിന്റെ 80% ഏതാണ്? ബോൺസ് ആണ് ഉൾപ്പെടുന്നത്. അപ്പൊ ഹ്യൂമൻ ബോഡി ബോൺസ് കോൺസ്റ്റിറ്റ്യൂട്ട് 80% ഓഫ് ഹ്യൂമൻ ബോഡി. ഇത് നമ്മൾ ബോണിന്റെ സ്ട്രക്ചർ ആണ് പഠിക്കാൻ പോകുന്നത്. ഹ്യൂമൻ ബോൺ അതായത് മനുഷ്യന്റെ അസ്ഥികള് മനുഷ്യ ശരീരത്തിന്റെ ഭാരത്തിന്റെ 18% എന്താണ്? ബോൺസ് ആണ്, ബോൺസിന്റെ വെയിറ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഇനി ബോൺസിന്റെ ജോലി എന്താണ്? ഇറ്റ് പ്രൊവൈഡ്സ് സപ്പോർട്ട്, സ്ട്രക്ചർ ആൻഡ് പ്രൊട്ടക്ഷൻ ടു ദി ബോഡി. About 80% of the human body's weight constitute bones. അതായത് ഹ്യൂമൻ ബോഡിയുടെ 18% ആണ് ഹ്യൂമൻ ബോഡി വെയിറ്റിന്റെ 18% ബോൺസ് ആണ്. About 80 bones constitute about 18% of the human body's weight. Then this bones provides support provide ചെയ്യും അല്ലെ. പിന്നെ ഏറ്റവും പ്രധാനം എന്താണ്? It provides structure. Bones provide structure, support and protection. Structure, support and protection. So that is about it provides structure, support and protection to the body. Then പെരിഓസ്റ്റിയം. ഇവിടെ നോക്കി ബോൺസിന്റെ സ്ട്രക്ചർ വരച്ചിരിക്കുമ്പോൾ ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത് ബോൺസിനെ കവർ ചെയ്തൊരു മെംബ്രെയിൻ കാണും. അതായത് ദാറ്റ്സ് എ മെംബ്രെയിൻ ദാറ്റ് കവേഴ്സ് ഈച്ച് ബോൺ. ഓരോ ബോണിനെ കവർ ചെയ്ത് ഇതൊരു ബോണിന്റെ സ്ട്രക്ചർ ആണെങ്കിൽ ഈ ബോണിനെ കവർ ചെയ്തൊരു മെംബ്രെയിൻ കാണും. ആ മെംബ്രെയിനെ വിളിക്കുന്ന പേരാണ് പെരിഓസ്റ്റിയം. ഇതാണ് പെരിഓസ്റ്റിയം. ഈ പെരിഓസ്റ്റിയത്തിന്റെ അകത്ത് അപ്പൊ പെരിഓസ്റ്റിയം എന്ന് പറഞ്ഞാൽ ഇവിടെ കാണപ്പെടുന്നത് മനസ്സിലാക്കണം. ബോണിനെ കവർ ചെയ്ത് കാണുന്ന മെംബ്രെയിൻ ആണ്. മെംബ്രെയിൻ കവേഴ്സ് ദ ബോൺ. ഈച്ച് ബോൺ ഈസ് നോൺ ആസ് പെരിഓസ്റ്റിയം. ഇനി ബോണിന്റെ അകത്ത് എന്തൊക്കെ കാണും? ഞാനിവിടെ നീലയും കറുപ്പുമായിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് എന്താണ്? അതില് നീല എന്ന് പറയുന്നത് ലിംഫ് വെസലുകളെ സൂചിപ്പിക്കുന്നു. കറുപ്പ് അവിടെ ബ്ലഡ് വെസലുകളെ സൂചിപ്പിക്കുന്നു. അപ്പൊ ബോൺസിന്റെ അകത്ത് ബ്ലഡ് വെസൽസ് കാണും, ലിംഫ് വെസൽസ് കാണും, അതുപോലെ നെർവ്സും കാണും. So the blood vessels, nerves and lymph vessels are found in bones. നീല എന്ന് പറയുന്ന lymph vessels, ഇവിടെ കറുപ്പില് blood vessels ആണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ബോൺസിൽ എന്തൊക്കെ കാണും? ബ്ലഡ് വെസൽസ് കാണും അല്ലെ, ബ്ലഡ് വെസൽസ്, പിന്നെ ലിംഫ് വെസൽസ്, അതുപോലെ തന്നെ എന്തും കാണും? നെർവ്സും കാണും. ഇതാണ് ബ്ലഡ് വെസൽസ്, ലിംഫ് വെസൽസ് ആൻഡ് നെർവ്സ്. ബോൺസിൽ എന്തൊക്കെ കാണും? ബ്ലഡ് വെസൽസ്, lymph vessels and nerves. ഇനി
നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ബോൺസില് കാൽഷ്യം, ഫോസ്ഫേറ്റ്, കൊളാജൻ പ്രോട്ടീൻസ് ആൻഡ് സോൾട്ട്സ് അതൊക്കെ കാണും. അത് ബോൺസിന് ഹാർഡ്നെസ്സും സ്ട്രെങ്ത്തും കൊടുക്കും. സോ കാൽഷ്യം, ഫോസ്ഫേറ്റ്, കൊളാജൻ പ്രോട്ടീൻസ്, കാൽഷ്യം, ഫോസ്ഫേറ്റ്, കൊളാജൻ പ്രോട്ടീൻസ് ആൻഡ് സോൾട്ട്സ്. എന്തൊക്കെയാണ്? കാൽഷ്യം, എന്തൊക്കെയാണ് മക്കളെ? കാൽഷ്യം, ഫോസ്ഫേറ്റ്, കൊളാജൻ, പ്രോട്ടീൻ ആൻഡ് സോൾട്ട്സ്. These provide hardness and strength to bone. Bone hardness and strength കൊടുക്കുന്നതാണ് കാൽഷ്യം, ഫോസ്ഫേറ്റ്, കൊളാജൻ, പ്രോട്ടീൻസ്, സോൾട്ട്സ്. ഇത് ബോൺസിൽ പ്രസന്റ് ആയിരിക്കും മനസ്സിലാക്കാം. ഇനി ബോൺസില് മിനറൽസ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കും. മിനറൽസിന്റെ ഡെപ്പോസിറ്റ് ബോൺസിൽ കാണും. അതിന് ആ മിനറൽ ഡെപ്പോസിറ്റ് ഉള്ള ബോൺസ് ഏതിലാണ് കാണപ്പെടുന്നത്? ഓസ്റ്റിയോബ്ലാസ്റ്റ് സെൽസിലാണ് കാണപ്പെടുന്നത്. ബോൺസിന്റെ ഓസ്റ്റിയോബ്ലാസ്റ്റ് സെല്ലുകളിൽ മിനറൽസ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കും. അപ്പൊ അത് ആ ബോണിനെ സ്ട്രോങ്ങും ഫോമുമാക്കും. അതുപോലെ ഗ്രോത്തിനും റിപ്പയറിനും സഹായിക്കുന്നു. അപ്പൊ ബോൺസിൽ എന്ത് കാണപ്പെടുന്നു? ഓസ്റ്റിയോബ്ലാസ്റ്റ് സെൽസ് കാണപ്പെടുന്നു. ബോൺസിൽ കാണപ്പെടുന്നത് എന്താണ്? ഓസ്റ്റിയോബ്ലാസ്റ്റ് സെല്ലുകളാണ് ബോൺസിനകത്ത് കാണപ്പെടുന്നത്. ഇതിന്റെ അകത്ത് മിനറൽസ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കും. എന്താണ്? മിനറൽസ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കും. സോ ഓസ്റ്റിയോബ്ലാസ്റ്റ് സെൽസ് മിനറൽസ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കും. ഇനി അത് ബോൺസിന് ഫേംനെസ് കൊടുക്കും. അതുപോലെ എന്താണ്? സ്ട്രെങ്ത്തും കൊടുക്കും അല്ലെ? സ്ട്രോങ്ങും ഫോമും ആക്കും. അങ്ങനെ അതിന് എന്തിനു സഹായിക്കുന്നു? ഗ്രോത്തിനും റിപ്പയറിനും സഹായിക്കുന്നു. ഗ്രോത്ത് ആൻഡ് റിപ്പയർ. അപ്പൊ എന്താണ് മനസ്സിലാക്കിയത്? ബോൺസിന്റെ സ്ട്രക്ചർ പഠിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് human body's weight 18% bones are. Bones constitute 18% of human body's weight. Then the bones provide support. First, bones provide structure, support and protection to the body. Then periosteum is the membrane that covers each bone. ഓരോ ബോണിനെ കവർ ചെയ്യുന്ന മെംബ്രെയിൻ ആണ് periosteum. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ബോൺസിന്റെ അകത്ത് ബ്ലഡ് വെസൽസ് ഉണ്ട്, ലിംഫ് വെസൽസ് ഉണ്ട്, അതുപോലെ നെർവ്സും പ്രസന്റ് ആണെന്ന് ഓർത്തു വെക്കാം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട അടുത്ത പോയിന്റ് എന്ന് പറയുന്നതാണ് ദിസ് ബോൺ കണ്ടെയ്ൻസ് കാൽഷ്യം, ഫോസ്ഫേറ്റ്, കൊളാജൻ, പ്രോട്ടീൻസ് ആൻഡ് സോൾട്ട്സ്. ബോൺസിൽ എന്തൊക്കെയുണ്ട്? കാൽഷ്യം ഉണ്ട്, ഫോസ്ഫേറ്റ് ഉണ്ട്, കൊളാജൻ ഉണ്ട്, പ്രോട്ടീൻസും സോൾട്ട്സും ഉണ്ട്. ഇത് ബോൺസിന് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യും? ഹാർഡ്നെസ്സും സ്ട്രെങ്ത്തും പ്രൊവൈഡ്സ് ഹാർഡ്നെസ് ആൻഡ് സ്ട്രെങ്ത് ടു ബോൺസ്. ഇനി ബോൺസിൽ കാണപ്പെടുന്ന ഓസ്റ്റിയോബ്ലാസ്റ്റ് സെൽസ്, these osteoblast cells deposit minerals in bones and then it helps to make the bone firm and strong, and also helps in growth and repair of bones. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബോൺസിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കുമ്പോൾ പഠിക്കേണ്ടതായിട്ടുള്ളത്. ഇനി നമ്മൾ ഒന്നും കൂടെ പറഞ്ഞ് മനസ്സിലാക്കുകയാണെങ്കിൽ എങ്ങനെ പറയണം മക്കളെ? നമ്മൾ അസ്ഥികൾ എന്ന് പറയുന്നത് മനുഷ്യശരീരത്തിന്റെ 18% ഭാഗവും എന്താണ്? മനുഷ്യശരീരത്തിന്റെ മനുഷ്യ ശരീര ഭാരത്തിന്റെ 18% അസ്ഥികളാണ്. ഈ അസ്ഥികൾ എന്ന് പറയുന്നത് ശരീരത്തിന് എന്തൊക്കെ നൽകുന്നു? ഘടനയും താങ്ങും സംരക്ഷണവും നൽകുന്നു എന്ന് ഓർത്തു വയ്ക്കുക. ഇനി ഓരോ അസ്ഥികളെയും പൊതിഞ്ഞു കാണുന്ന ഒരു ആവരണമുണ്ട്. ഓരോ അസ്ഥികളെയും പൊതിഞ്ഞു കാണുന്ന ഒരു ആവരണമുണ്ട്. അതിനെ പറയുന്നതാണ് പെരിയോസ്റ്റിയം എന്ന് ഓർത്തു വയ്ക്കുക. ഇനി അസ്ഥികളിലെ രക്തക്കുഴലുകള്, ലിംഫ് വാഹികള്, അതുപോലെ നെർവുകൾ അല്ലെങ്കിൽ നാഡികൾ. അസ്ഥികളിൽ എന്തൊക്കെ കാണുന്നു? രക്തക്കുഴലുകൾ കാണപ്പെടുന്നു, ലിംഫ് വാഹികൾ കാണപ്പെടുന്നു, അതുപോലെ നാഡികൾ കാണപ്പെടുന്നു. ഇനി കാൽഷ്യം, ഫോസ്ഫേറ്റ്, കൊളാജൻ, പ്രോട്ടീൻ, പിന്നെ ലവണങ്ങൾ, ഇവയെല്ലാം എവിടെ കാണപ്പെടുന്നു? അസ്ഥികൾക്ക് കാണപ്പെടുന്നു. ആ അസ്ഥികള് ഈ പറയുന്ന ഇതെല്ലാം അസ്ഥികൾക്ക് കാഠിന്യവും അതുപോലെ തന്നെ ബലവും നൽകുന്നു എന്ന് ഓർത്തുവയ്ക്കും. ഇനി അസ്ഥികളുടെ വളർച്ചകൾ, കേടുപാടുകൾ പരിഹരിക്കൽ, ഇതിനൊക്കെ എന്തുകൊണ്ട്? അസ്ഥികളിൽ തന്നെ ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്ന് പറയുന്ന കോശങ്ങളുണ്ട്. ഈ ഓസ്റ്റിയോബ്ലാസ്റ്റ് കോശങ്ങള് എന്താണ്? അതില് ആ കോശങ്ങളിൽ എന്ത് ശേഖരിച്ചു വെച്ചിരിക്കും? ഓസ്റ്റിയോബ്ലാസ്റ്റ് കോശങ്ങളിൽ ഈ ധാതുക്കൾ അല്ലെ, അത് ശേഖരിച്ചു വെച്ചിരിക്കും. ഈ ധാതുക്കൾ ഈ ഓസ്റ്റിയോബ്ലാസ്റ്റ് കോശങ്ങളിൽ ശേഖരിച്ചു വെച്ചിരിക്കുമ്പോൾ ഈ ഓസ്റ്റിയോബ്ലാസ്റ്റ് കോശങ്ങൾക്ക് എന്തിനുള്ള കഴിവുണ്ടായിരിക്കും? അസ്ഥികളുടെ വളർച്ചയും കേടുപാടുകൾ പരിഹരിക്കാൻ കഴിയും. അതുപോലെ തന്നെ അതിനെ ദൃഢമുള്ളതും അല്ലെങ്കിൽ ശക്തമാക്കി വെക്കാൻ സഹായിക്കാൻ സാധിക്കും. അപ്പൊ അസ്ഥികളിൽ കാണപ്പെടുന്ന ഓസ്റ്റിയോബ്ലാസ്റ്റ് കോശങ്ങളിൽ എന്തുണ്ട്? ഈ പറയുന്ന ധാതുക്കളുടെ നിക്ഷേപമുണ്ട്. ഈ ധാതുക്കളുടെ നിക്ഷേപം കാരണം അവയ്ക്ക് അസ്ഥികൾക്ക് ബലം, ദൃഢത കൊടുക്കാം. അതുപോലെ തന്നെ അസ്ഥികളെ ശക്തമാക്കാനും സാധിക്കും. അതോടൊപ്പം തന്നെ അത് അസ്ഥികളുടെ വളർച്ചയ്ക്കും അതുപോലെ എന്തെങ്കിലും കേടുപാടുകൾ പരിഹരിക്കുന്നതിനും സഹായിക്കും.
ഇത്രയാണ് നമ്മൾ അസ്ഥികളുടെ ഘടനയെ കുറിച്ച് മനസ്സിലാക്കേണ്ട പോയിന്റ്സ്. കിട്ടിയോ മക്കൾക്ക്? ഇത്ര മനസ്സിലായോ? നമ്മൾ ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് അസ്ഥികളുടെ കാഠിന്യം അല്ലെ, അസ്ഥികളുടെ കാഠിന്യം എന്ന്. ഇവിടെ അസ്ഥികൾക്ക് കാഠിന്യം ഉണ്ടാകുന്നത് എന്തിന്റെ സഹായത്താൽ? നമ്മൾ നേരത്തെ പറഞ്ഞു അസ്ഥികളില് കാൽഷ്യം, ഫോസ്ഫേറ്റ്, കൊളാജൻ, പ്രോട്ടീൻ, അതുപോലെ സോൾട്ട്, ലവണങ്ങൾ ഉൾപ്പെടുന്നു അല്ലെ. അത് എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന അസ്ഥികൾക്ക് കാഠിന്യവും ബലവും നൽകുന്നു എന്ന് പഠിച്ചു. ഇനി അതുപോലെ ഓസ്റ്റിയോബ്ലാസ്റ്റ് കോശങ്ങളുടെ ധർമ്മം എന്താണ്? അസ്ഥികളിൽ കാണപ്പെടുന്ന ഓസ്റ്റിയോബ്ലാസ്റ്റ് സെൽസിന്റെ ഫംഗ്ഷൻ എന്താണ്? ഈ ഓസ്റ്റിയോബ്ലാസ്റ്റ് സെൽസ് അല്ലെ, ഈ ബോൺസിൽ കാണുന്ന ഓസ്റ്റിയോബ്ലാസ്റ്റ് സെൽസ് they deposit minerals within them. So the minerals are deposited within these bonds, and these deposition of minerals helps the bonds to become strong and firm. As also it helps in the growth and repair of bonds. അതായത് അസ്ഥികളിൽ നിക്ഷേപിച്ച് കാണപ്പെടുന്ന അസ്ഥികളിലെ ഓസ്റ്റിയോബ്ലാസ്റ്റ് കോശങ്ങളിൽ നിക്ഷേപിച്ച് കാണപ്പെടുന്ന ധാതുക്കള് എന്തിനു സഹായിക്കുന്നു? ബോൺസിനെ അല്ലെങ്കിൽ അസ്ഥികളെ ബലമുള്ളതും കാഠിന്യമുള്ളതും അതുപോലെ ദൃഢമുള്ളതുമാക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ അസ്ഥികളുടെ വളർച്ചയ്ക്കും കേടുപാടുകൾക്ക് പരിഹരിക്കുന്നതിനും സഹായിക്കുന്നു. ഇത്രയാണ് നമ്മൾ അസ്ഥികളുടെ ഘടനയെ കുറിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. നമുക്ക് മനസ്സിലായോ? അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ അസ്ഥികള് അസ്ഥികളും പേശികളുമായുള്ള ബന്ധികൾ, പേശികൾ അസ്ഥികളെ ബന്ധിപ്പിച്ചിരിക്കുന്ന എന്ത് വിളിക്കുന്നു? ടെൻഡൻ എന്ന് പറഞ്ഞു അല്ലെ. പേശികളെ അസ്ഥികളെ ബന്ധിപ്പിച്ചിരിക്കുന്നതിന് ടെൻഡൻ, മസിൽസ് ടു ബോൺസിനെയാണ് എന്ത് പറയുന്നത്? ടെൻഡൻ എന്ന് പഠിച്ചു. ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് മസിൽസ് ഒന്നെങ്കിൽ ബോൺസുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ കാർട്ടിലേജുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാകും. അപ്പൊ മസിൽസ് ഒന്നെങ്കിൽ ബോൺസുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്തായിട്ട് കാർട്ടിലേജുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കും. ഇപ്പൊ എന്താണ് കാർട്ടിലേജ് എന്നാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. എന്താണ്? തരുണാസ്ഥി. കാർട്ടിലേജ് അഥവാ തരുണാസ്ഥി എന്താണ് നമ്മൾ നോക്കാൻ പോകും. അപ്പൊ മക്കളെ നമ്മൾ നേരത്തെ പഠിച്ചു മസിൽസ് ബോണുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ് ടെൻഡൻ എന്ന് വിളിച്ചു അല്ലെ. അതായത് പേശികൾ അസ്ഥിയുമായി അറ്റാച്ച് ചെയ്തിരിക്കുക, അസ്ഥിയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നതിന് ടെൻഡൻ എന്ന് പറഞ്ഞു. ഇനി നമ്മൾ കാർട്ടിലേജ് എന്താണ്? മസിൽസ് ബോണുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന പോലെ തന്നെ മസിൽസ് കാർട്ടിലേജുമായിട്ട് അല്ലെങ്കിൽ തരുണാസ്ഥിയുമായിട്ടും ഒന്നിച്ചിരുന്നിരിക്കും. അപ്പൊ അവിടെ കാർട്ടിലേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. മസിൽസ് ആർ അറ്റാച്ച്ഡ് ടു ബോൺസ് ഓർ ഐദർ ബോൺസ് ഓർ കാർട്ടിലേജ്. മസിൽസ് ആർ അറ്റാച്ച്ഡ് ടു ഐദർ ബോൺസ് ഓർ കാർട്ടിലേജ്. ഇൻ വാട്ട് ഈസ് എ കാർട്ടിലേജ്? കാർട്ടിലേജ് ഇസ് എ കണക്റ്റീവ് ടിഷ്യൂ. കാർട്ടിലേജ് എന്ന് പറയുന്ന ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഇനി അത് എങ്ങനെയായിരിക്കും? ആസ് കമ്പയർഡ് ടു ബോൺസ്, ബോൺസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കാർട്ടിലേജ് സോഫ്റ്റ് ആയിരിക്കും, അതുപോലെ ഫ്ലെക്സിബിൾ ആയിരിക്കും. കാർട്ടിലേജ് എന്ന് പറയുന്ന ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്, അത് സോഫ്റ്റ് ആണ്, ഫ്ലെക്സിബിൾ ആണ്. മസിൽസ് ആയിട്ട് കാർട്ടിലേജ് കണക്ട് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ മസിൽസ് ആർ കണക്റ്റഡ് ടു ബോൺസ് ഓർ ഐദർ ടു ബോൺസ് ഓർ ടു കാർട്ടിലേജ്. നൗ കാർട്ടിലേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് കണക്റ്റീവ് ടിഷ്യൂ ആണ്, സോഫ്റ്റ് ആണ്, ഫ്ലെക്സിബിൾ ആണ് ആസ് കമ്പയർഡ് ടു ബോൺസ്. അടുത്തത് കാർട്ടിലേജ് ഈസ് പ്രസന്റ് in which all body parts? That is, cartilage is present in elbows, knees, ankles, tip of ribs, between the vertebra of vertebral column, pinna, at the tip of nose and in trachea. എവിടേക്കാണ് കാർട്ടിലേജ് കാണപ്പെടുന്നത്? എൽബോസിൽ കാണപ്പെടുന്നു, നീസിൽ കാണപ്പെടുന്നു, ഇനി ആംഗിൾസിൽ കാണപ്പെടുന്നു, പിന്നെ റിബ്സിന്റെ ടിപ്പില്, അതുപോലെ വെർട്ടിബ്രൽ കോളത്തിന്റെ വെർട്ടിബ്രയ്ക്കിടയില്, പിന്നെ പിന്നയില്, നമ്മള് ചെവി പിന്നയില്, അതുപോലെ അറ്റ് ദ ടിപ്പ് ഓഫ് നോസ് ആൻഡ് ട്രക്കിയ. ഇവിടെ എല്ലാം എന്തിന്റെ പ്രസൻസ് ഉണ്ട്? കാർട്ടിലേജിന്റെ പ്രസൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി ബോൺസിന്റെ ടിപ്പിൽ കാർട്ടിലേജ് ഉണ്ട്, അതിനെ സഹായിക്കുന്നത് at the tip of the bones cartilage present and this helps to reduce friction between the bones. ബോൺസിനിടയിൽ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നത് ഈ ബോൺസിന്റെ ടിപ്പിൽ കാണപ്പെടുന്ന കാർട്ടിലേജ് ആണെന്ന് ഓർത്ത് വെക്കുക. ഇനി മക്കൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, കാർട്ടിലേജിൽ എന്തില്ല? ബ്ലഡ് വെസൽസ് ഇല്ല. കാർട്ടിലേജിന് ബ്ലഡ് വെസൽസ് ഇല്ല. അതുകൊണ്ട് മറ്റു ഏതൊരു സെല്ല് ഗ്രോ ചെയ്യുന്നതിനെക്കാട്ടി വളരെ പതുക്കെ മാത്രമേ ഇവിടെ ഗ്രോത്ത് നടക്കുള്ളൂ. So cartilage, due to the absence of blood vessels in cartilage, growth is slower than rest of the cells. മറ്റുള്ള സെല്ലുകളെ നോക്കുമ്പോൾ ആ കാർട്ടിലേജിന് ഗ്രോത്ത് വളരെ കുറവാണെന്ന് ഓർത്ത് വയ്ക്കാം. അപ്പൊ ഇത്രയാണ് നമ്മൾ കാർട്ടിലേജിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ കാർട്ടിലേജ് എന്താണെന്ന് ക്ലിയർ ആയ മക്കളെ? അപ്പൊ നമ്മൾ മനസ്സിലാക്കി എന്തൊക്കെയാണ്? നമ്മൾ മനസ്സിലാക്കി കാർട്ടിലേജ് എന്നൊരു കണക്റ്റീവ് ടിഷ്യൂ ആണ്, ബോൺസിനെ സംബന്ധിച്ച് അത് സോഫ്റ്റും ഫ്ലെക്സിബിൾ ആണെന്ന് മനസ്സിലാക്കി അല്ലെ. അപ്പൊ ഇവിടെ തരുണാസ്ഥി എന്നാണ് കാർട്ടിലേജിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് തരുണാസ്ഥി? അപ്പൊ പേശികള് അസ്ഥികളുമായോ അതുപോലെ തരുണാസ്ഥിയുമായോ ബന്ധിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ തരുണാസ്ഥികളെ ബന്ധിപ്പിച്ചിട്ടുണ്ടായിരിക്കുന്നെങ്കിൽ തരുണാസ്ഥി എന്താണെന്ന് മനസ്സിലാക്കാൻ പോകുന്നു. അപ്പൊ കാർട്ടിലേജ് അഥവാ തരുണാസ്ഥി എന്ന് എന്താണ്?
അവയ്ക്ക് അസ്ഥികളെക്കാൾ മൃദുത്വം ഉണ്ടായിരിക്കും, അതുപോലെ അത് അസ്ഥികളെക്കാൾ വഴക്കമുള്ളതുമായിരിക്കും. ഇനി മനസ്സിലാക്കേണ്ടത് അതൊരു യോജക കലയാണ്. അപ്പൊ കാർട്ടിലേജ് അല്ലെങ്കിൽ തരുണാസ്ഥി എന്ന് പറയുന്നത് ഒരു കണക്റ്റീവ് ടിഷ്യൂ അല്ലെങ്കിൽ യോജക കലയാണ്. ഇനി അവയ്ക്ക് എങ്ങനെയുണ്ട്, അവ മൃദുവാണ്, അസ്ഥികളെക്കാൾ മൃദുവുള്ളതും അതുപോലെ വഴക്കമുള്ളതുമായിരിക്കും അല്ലെ, അത് സോഫ്റ്റും ഫ്ലെക്സിബിളും ആയിരിക്കും. ഇനി ഈ തരുണാസ്ഥി എന്ന് പറയുന്നത് രോചക കലയാണെന്ന് പറഞ്ഞു. ഇത് എവിടെയൊക്കെ കാണപ്പെടുന്നു? എൽബോ, കൈമുട്ടുകളിൽ കാണപ്പെടുന്നു. പിന്നെ അതുപോലെ നീര് കാണുന്നു, കാൽമുട്ടുകളിൽ കാണപ്പെടുന്നു. പിന്നെ എന്താണ്, ആംഗിളിൽ കാണപ്പെടുന്നു, കണങ്കാലിൽ കാണപ്പെടുന്നു. അതുപോലെ തന്നെ വാരിയെല്ലുകളുടെ എന്താണ് അഗ്രങ്ങളിലും നട്ടെല്ലിലെ കശേരുകൾക്കിടയിലും, വാരിയെല്ലിന്റെ ടിപ്പിൽ അഗ്രഭാഗത്തും നട്ടെല്ല് റിബ്സിന്റെ ടിപ്പിലും ഇനി നട്ടെല്ലിലെ കശേരുകൾക്കിടയിലും, അതായത് വെർട്ടിബ്രൽ കോളത്തിലെ വെർട്ടിബ്രയ്ക്ക് ഇടയിലായിട്ടും അതുപോലെ നമ്മുടെ ചെവിക്കുടയിൽ പിന്നെയും മൂക്കിന്റെ അഗ്രഭാഗത്തും ട്രക്കിയയിലും ശ്വാസനാളത്തിലും എന്ത് കാണപ്പെടുന്നുണ്ട്? ഈ പറയുന്ന കാർട്ടിലേജ് കാണപ്പെടുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പൊ എവിടെയൊക്കെയാണ് കാർട്ടിലേജ് കാണപ്പെടുന്നത്? കാൽമുട്ടുകൾ, കൈമുട്ടുകൾ, കണങ്കാലുകൾ, അതുപോലെ തന്നെ വാരിയെല്ലുകളുടെ അഗ്രഭാഗത്ത്, പിന്നെ നട്ടെല്ലിന്റെ കശേരുകൾക്കിടയില്, ചെവിക്കുടയില്, അതുപോലെ മൂക്കിന്റെ അഗ്രഭാഗത്തും ശ്വസന നാളിയിലുമാണ് ശ്വസന നാളിയിലും എന്ത് കാണപ്പെടുന്നു? ഈ തരുണാസ്ഥി അല്ലെങ്കിൽ കാർട്ടിലേജ് കാണപ്പെടുന്നു എന്ന് മനസ്സിലാക്കുക. ശ്വാസനാളിയിലുമാണ് ഇവ കാണപ്പെടുന്നത്. ഇനി അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പറഞ്ഞു കാർട്ടിലേജ് ബോണിന്റെ ടിപ്പിൽ, അസ്ഥികളുടെ അഗ്രഭാഗത്തിൽ കാണുന്ന കാർട്ടിലേജ് അസ്ഥികൾക്കിടയിലെ ഘർഷണം കുറയ്ക്കാൻ, ഫ്രിക്ഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നു മനസ്സിലാക്കുക. ഇനി ഈ തരുണാസ്ഥിക്ക് എന്തില്ല? രക്തകോശങ്ങളോ നാഡികളോ ഇല്ല. ഇവയ്ക്ക് രക്തകോശങ്ങളോ നാഡികളോ ഇല്ല. രക്തകോശങ്ങളുടെ അഭാവത്തിൽ ഇവ എന്ത് ചെയ്യുന്നില്ല? മറ്റുള്ള സെല്ലുകളെ പോലെ വേഗത്തിൽ വളരുന്നില്ല. മറ്റുള്ള കോശങ്ങളെ പോലെ വേഗത്തിൽ ഇവയ്ക്ക് വളരാൻ സാധിക്കില്ല. അപ്പൊ ഇത്രയാണ് നമ്മൾ തരുണാസ്ഥി കാർട്ടിലേജിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും പോയിന്റ്സ് കിട്ടിയോ മക്കളെ? ഈ ക്ലാസ് മനസ്സിലായോ? അപ്പൊ നമ്മൾ ഇന്ന് എന്താ മനസ്സിലാക്കിയത്? നമ്മൾ മനസ്സിലാക്കി ഒരു അസ്ഥിയുടെ ഘടന അല്ലെ, സ്ട്രക്ചർ ഓഫ് ബോണിനെ കുറിച്ച് മനസ്സിലാക്കി. പിന്നെ നമ്മൾ മനസ്സിലാക്കി എന്താണ് കാർട്ടിലേജ് എന്താണെന്ന് മനസ്സിലാക്കി, തരുണാസ്ഥി എന്താണ്, അതിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി. ഈ 2 പോയിന്റ്സ് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ അല്ലെ? അപ്പൊ മക്കളെ, നമ്മൾ ഇന്ന് പഠിച്ച സ്ട്രക്ചർ ഓഫ് ബോണും അതുപോലെ കാർട്ടിലേജിന്റെ ഘടനയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് എക്സാമിനേഷൻ ആവശ്യമായിട്ടുള്ള പോർഷനുകൾ കവർ ചെയ്ത് തന്നെയാണ്. നിങ്ങൾക്ക് എന്തൊക്കെ പോർഷൻസ് ആണ് വേണ്ടതെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഉടനെ തന്നെ അടുത്ത ക്ലാസ് വരുന്നതാണ്. Bye from me. Thank you.